show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast. I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. കോളേജിൽ സമയമായി വരാന്ന് കണ്ട് ഇതുവരെ കണ്ടില്ലല്ലോ. ഷോ ഇവനെന്താണാവോ ഇത്ര താമസിക്കുന്നത്? ഷോ ആ ചേച്ചി പോയി. സോറി. ഓ വേഗത്തിലാണല്ലോ എത്തിയിരിക്കുന്നത്. സോറിടാ കുട്ടാ. ഈ സോറി എന്നൊരു വാക്കങ്ങ് പറഞ്ഞാ മതിയല്ലോ. നന്നായിട്ട് പിടിച്ചിരിക്കേ. ഞാൻ കറക്റ്റ് സമയത്താ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നേ. വരുന്ന വഴി ഭയങ്കര ട്രാഫിക് ആയിരുന്നു. പെട്ടെന്ന് വരായിരുന്നില്ലേ? എനിക്കെന്താ ചെറുണ്ടോ പറന്നിങ്ങെത്താൻ? എന്തു പറ്റിയമ്മേ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല മോളെ. പറയമ്മേ, എന്താ പ്രശ്നം? പറയാന്നേ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? സോണിയ, നിന്റെ അനിയന്റെ അടുത്ത് നിന്ന് ലെറ്റർ വന്നിട്ടുണ്ട്. സ്കൂൾ ഫീസും ഹോസ്റ്റൽ ഫീസും അടയ്ക്കാൻ പൈസ വേണമെന്ന് പറഞ്ഞിട്ടാണ് ലെറ്റർ അയച്ചിരിക്കുന്നത്. അത്രയും പൈസയ്ക്ക് ഞാൻ എവിടെ പോകുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്കറിയില്ലേ എനിക്ക് എത്രയാണ് ശമ്പളം ഉള്ളതെന്ന്? കിട്ടുന്ന ശമ്പളം 20-ാം തീയതിക്കുള്ളിൽ തന്നെ എല്ലാം തീർന്നു പോകും. ഇപ്പൊ നിന്റെ അനിയൻ എങ്ങനെയാണ് ഫീസ് അടയ്ക്കണമെന്ന് അറിയില്ല സോണിയ. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അനിയന്റെ സഹായമൊക്കെ ഞാൻ ചെയ്തോളാം. അവന് വേണ്ടി ഞാൻ എന്ത് ജോലി ചെയ്യേണ്ടി വന്നാലും ഞാൻ ചെയ്തോളാം അമ്മേ. നമുക്ക് ആ ദൈവം തന്നെയാണ് തുണ. ആ വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചു പോകുന്നത്. അവൻ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് എടുത്താലേ അവനൊരു നല്ല ജോലി കിട്ടുള്ളൂ. അപ്പോഴേ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുള്ളൂ. കരയാതിരിക്കമ്മേ. അമ്മയുടെ ആഗ്രഹം ഞാൻ നിറവേറ്റാമ്മേ. അവന്റെ പഠിപ്പിനുള്ള കാശൊക്കെ ഞാൻ ഉണ്ടാക്കാമ്മേ. നിന്നെ കൊണ്ട് എങ്ങനെ സാധിക്കും? താരചേച്ചിയെ പോയി കാണാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്നെ സഹായിക്കാതിരിക്കില്ല. ഓക്കെ അതൊക്കെ ചെയ്യാം, ഒരു പ്രശ്നമില്ല. ആ നീ ഇപ്പോഴാ വന്നത്? നീ ഭയങ്കര തമാശയൊക്കെയാണല്ലോ സംസാരിക്കുന്നത്. നിന്റെ മുമ്പിലല്ലേ ഇരിക്കുന്നത്, പക്ഷെ നിന്റെ മനസ്സ് വേറെ എവിടെയാണെന്ന് തോന്നുന്നു. നിന്റെ മനസ്സ് എന്റെ അടുത്തേക്ക് തിരികെ പൊന്നെ. Oh my sweetheart.
on, sweetheart. Come on. ശരി, നീ ഡ്രസ് ഇട്ടോ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഏയ് നോക്കിയിട്ട് വേഗം വാ. ഓ, എന്റെ ഹീറോ എത്തിക്കഴിഞ്ഞോ? എന്താ ഇത്ര താമസിച്ചത്? ഞാൻ പോകാൻ പോവുകയായിരുന്നു. അങ്ങനൊന്നും സംഭവിക്കില്ലെന്നേ. അതെന്താ അങ്ങനെ പറഞ്ഞേ? കാരണം നിനക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റില്ല. ആ ഒരു ധൈര്യത്തിലല്ലേ ഞാനിങ്ങനെ വന്നത്. അപ്പോ നീയോ? നിലാവിനെ പോലെ മുഖമുള്ള നിന്നെ കാണാതെ ഞാൻ എങ്ങനെ ഇരിക്കും മോളെ? നിന്നെ കാണുമ്പോ പൂക്കളത് നാണിച്ച്, നിന്നെ കാണുമ്പോ പൂക്കളത് നാണിച്ച്, തലക്കൂണിങ്ങ് പതിയെ കമിഴ്ന്ന്, തലക്കൂണിങ്ങ് പതിയെ കമിഴ്ന്ന്. എൻ സ്വപ്നത്തിൽ എൻ ബിംബം കണ്ടല്ലോ, എൻ സ്വപ്നത്തിൽ എൻ ബിംബം കണ്ടല്ലോ, ചേരിച്ചാരൽ പോൽ ഹൃദയത്തിൽ കുളിർന്നല്ലോ, ചേരിച്ചാരൽ പോൽ ഹൃദയത്തിൽ കുളിർന്നല്ലോ. ഞാൻ നിൻ ചിരിയിൽ ഒരു മിന്നൽ കണ്ടല്ലോ, ഞാൻ നിൻ ചിരിയിൽ ഒരു മിന്നൽ കണ്ടല്ലോ, നിൻ ഹൃദയത്തിൽ എൻ പേര് കേട്ടല്ലോ, ഞാൻ നിൻ ചിരിയിൽ ഒരു മിന്നൽ കണ്ടല്ലോ. നിൻ കാർക്കൂന്തൽ വാണിൻ മുകിൽ പോലാണ്, ഇരുനയനങ്ങൾ ജ്വലിക്കുന്ന മിൻമിനികളാ. നിൻ കാർക്കൂന്തൽ വാണിൻ മുകിൽ പോലാണ്, ഇരുനയനങ്ങൾ ജ്വലിക്കുന്ന മിൻമിനികളാ. ഒരു കവിയായി നീയല്ലേ മൊഴിയുണ്ടത്, അഴകായ വാക്കുകൾ എവിടെന്നു കിട്ടി, എൻ കണ്ണോടെതിരെ ചാരിയുറങ്ങുന്നു നീ, എൻ നെഞ്ചിൽ എന്നെ പതിച്ച് ആനന്ദിക്കും, നിൻ ഹൃദയത്തിൽ എൻ പേര് കേട്ടല്ലോ, നിൻ ഹൃദയത്തിൽ എൻ പേര് കേട്ടല്ലോ. നിന്നെ കാണുമ്പോ പൂക്കളത് നാണിച്ച്, തലക്കൂണിങ്ങ് പതിയെ കമിഴ്ന്ന്, ഞാൻ നിൻ ചിരിയിൽ ഒരു മിന്നൽ കണ്ടല്ലോ, നിൻ ഹൃദയത്തിൽ എൻ പേര് കേട്ടല്ലോ.
ചുവപ്പിക്കും മുത്തം തന്ന് നിന്നതരത്തിൽ അതരത്താൽ അണച്ചിടും ഞാൻ. ഒരു വസന്തം അത് നിന്നിൽ ഞാൻ കണ്ടുവല്ലോ. ഞാൻ മാറാതെ നിന്നൊപ്പമുണ്ടാമടി. നിന്നെ കാണുമ്പോ പൂക്കളത് നാരച്ച് തലക്കൂണിങ്ങി പതിയെ കമിഴ്ന്ന്. ഞാൻ നിൻ ചിരിയിൽ ഒരു മിന്നൽ കണ്ടല്ലോ. ഞാൻ നിൻ ചിരിയിൽ ഒരു മിന്നൽ കണ്ടല്ലോ. നിൻ ഹൃദയത്തിൽ എൻ പേര് കേട്ടല്ലോ. നിൻ ഹൃദയത്തിൽ എൻ പേര് കേട്ടല്ലോ. നിന്നെ കാണുമ്പോ പൂക്കളത് നാരച്ച്. നിന്നെ കാണുമ്പോ പൂക്കളത് നാരച്ച് തലക്കൂണിങ്ങി പതിയെ കമിഴ്ന്ന്. നിൻ ഹൃദയത്തിൽ എൻ പേര് കേട്ടല്ലോ. ഞാൻ നിൻ ചിരിയിൽ ഒരു മിന്നൽ കണ്ടല്ലോ. നിൻ ഹൃദയത്തിൽ എൻ പേര് കേട്ടല്ലോ. ഓ ഒരുപാട് താമസിച്ചു പോയി, ഞാൻ പോട്ടെ കേട്ടോ. ഞാൻ ഡ്രോപ്പ് ചെയ്യാം, കേറ്. വേണ്ട, അമ്മ കണ്ട പിന്നെ പ്രശ്നാവും. എന്നെ കാത്തിരിക്കുകയോ അമ്മ. ബൈ ശരി, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. ബൈ. ബൈ. താരചേച്ചി, എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഇതൊക്കെ ആണുങ്ങൾ ഏതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നോ അതൊക്കെ മൂടിക്കെട്ടി വെച്ചിരിക്കല്ലേ. ചേച്ചി പറഞ്ഞ മനസ്സിലായില്ല. ബേബി, നീ മോഡേൺ ഗേൾ ആണെന്ന് ഞാൻ സമ്മതിച്ചു. പക്ഷേ ഈ ഡ്രസ്സിൽ കാണാൻ ഒരു ഭംഗിയില്ല. സോറി സ്വീറ്റ് ബേബി. ആദ്യ ഡ്രസ്സൊന്നും അഴിക്ക്. അയ്യോ, ഡ്രസ്സോ? ഇതിനെന്തിനാ നീ ഇങ്ങനെ നാണിക്കേണ്ട ആവശ്യം? ആണുങ്ങളുടെ താല്പര്യം അനുസരിച്ച് നീ ഡ്രസ് ചെയ്യാൻ നോക്കണം. പക്ഷേ അതായത് നോക്ക് സോണിയ, നിനക്ക് പണം വേണോ വേണ്ടയോ? അതെ. എന്താ പറയുന്നേ? അങ്ങനെയെങ്കിൽ നീ ഭംഗിയെല്ലാം മറച്ചു വെക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. ബേബി, നീ ഗ്രേസ് ആയിരുന്നാലേ നിന്റെ റേറ്റ് കൂടുള്ളൂ. പറഞ്ഞത് മനസ്സിലായില്ലേ? കമോൺ, നിന്റെ ഡ്രസ് അഴിക്കേ. നാണിക്കാതെ ബോസിന് നിന്റെ ഫിഗർ ഒക്കെ ഒന്ന് കാണിക്കേ. കമാൺ കമാൺ. സ്വീറ്റ് ബേബി. ആഹാ, സൂപ്പർ സ്ട്രക്ചർ. 36, 24, 36. ആണുങ്ങളെല്ലാം നിന്റെ ഭംഗിയിൽ മയങ്ങി നിന്റെ പുറകെ ചുറ്റിയടിക്കാൻ പോവാണ്. നിങ്ങൾ എന്താ പറയണേന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം. ഇത് 36, ഇത് 24, ഇത് 36. മനസ്സിലായോ? സ്വീറ്റ് ബേബി, നിന്റെ ഭംഗിയുടെ വില നിനക്ക് തന്നെ അറിയില്ല. നിന്റെ സൗന്ദര്യം ഒരു കൊടുങ്കാറ്റ് പോലെയാണ്. നല്ല നിലവാരമുള്ളത്, നല്ല വിലയുള്ളതാണത്. താര, സർ, സോണിയ നമ്മുടെ മസാജ് പാർലറിലേക്ക് എന്നും വന്നുകൊണ്ടിരുന്ന കാശ് അവിടെ കൂമ്പാരമായിരിക്കും. നീ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ശരി, നാളെ സോണിയ നമ്മുടെ മസാജ് പാർലറിലേക്ക് വന്നിരിക്കണം. നമ്മുടെ മല്ലിക പാർലറില് സോണിയ വന്നാൽ അവിടെ കാശിന് യാതൊരു കുറവുണ്ടാവില്ല. സോണിയ, തൊട്ട് തൊഴുതോളൂ മോളെ. നന്നായി വാ മോളെ. എന്റെ മോൾക്ക് എന്റെ കണ്ണ് തന്നെ തട്ടും തോന്നുന്നു. നീ ഒരുപാട് വളർന്നു. എനിക്ക് മനസ്സിലായില്ല അമ്മേ. ഒന്നുമില്ല സോണിയ, നിങ്ങൾ രണ്ടുപേരും കുഞ്ഞുങ്ങളായിരുന്നപ്പോ നിങ്ങളുടെ അച്ഛൻ സുഖമില്ലാതെ മരിച്ചു. അപ്പൊ ഒരു വഴി എന്റെ മുമ്പിലില്ലായിരുന്നു. എന്നാ നീ നാളെ തൊട്ട് ജോലിക്ക് പോവാന്നറിഞ്ഞപ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു സോണിയ. ഇനി എനിക്ക് യാതൊരു വിഷമവും ഇല്ല. എനിക്ക് നീ ഉണ്ടല്ലോ. അമ്മേ, നീ ജോലിക്ക് പോവാന്ന് പറഞ്ഞില്ലേ? അപ്പൊ നിന്റെ പഠിത്തം, നിന്റെ അനിയൻ പഠിക്കണമെന്ന് വിചാരിച്ചിട്ട്
ഒരു കാരണവശാലും നിന്റെ പഠിത്തം നഷ്ടപ്പെടുത്തരുത് മോളെ. അങ്ങനെയൊന്നും സംഭവിക്കില്ല അമ്മേ. കുറച്ചു ദിവസം ഞാൻ കോളേജിൽ പോകുന്ന നിർത്തുന്നേ ഉള്ളൂ. താരച്ചേച്ചിയുടെ ജോലി വെച്ചിട്ടുണ്ട്. ജോലി ചെയ്ത് ഞാൻ പഠിക്കുകയും ചെയ്യും. നല്ല തീരുമാനാ മോളെ. ആദ്യമായിട്ട് നീ ജോലിക്ക് പോവാ. താമസിച്ചു പോലെ മോളെ. ശരി അമ്മേ, എന്നാ ഞാൻ ചെല്ലട്ടെ. സോണിയ, ഇതാണ് വാച്ച്മാൻ ധനശേഖരൻ. നമസ്കാരം മേഡം. ധനശേഖര, ഇതാണ് സോണിയ. ഇവിടെ പുതിയതായിട്ട് വന്നതാ. നമസ്കാരം. നമസ്കാരം മേഡം. വരൂ സോണിയ. ഗുഡ് മോർണിംഗ് മാം. വെരി വെരി ഗുഡ് മോർണിംഗ്. ദിയ, സിമ്ര, മോന, ഇത് സോണിയ. ഹായ് സോണിയ. ഹലോ. ഇപ്പൊ നിങ്ങളുടെ 3 പേരുടെ കൂടെ ഇവളും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവൾക്ക് ഇവിടുത്തെ ജോലി എന്തൊക്കെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണേ. ഓക്കെ? പഠിപ്പിച്ചു കൊടുക്കാം മാഡം, നല്ലോണം പഠിപ്പിച്ചു കൊടുക്കാം. പഠിപ്പിച്ചു കൊടുക്കുന്ന മാത്രല്ല, ഞങ്ങൾ അവളെ നല്ല എക്സ്പെർട്ട് ആക്കി തരികയും ചെയ്യും. പക്ഷേ എക്സ്പെർട്ട് ആയ ശേഷം എന്റെ കസ്റ്റമേഴ്സിനെ നീ കൊണ്ടുപോകാൻ പാടില്ല, മനസ്സിലായോ? മോന, അവൾ എന്ത് ഡ്രസ്സാണ് ധരിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. യെസ് മാം. വെരി വെൽ മോന. നമസ്കാരം സാർ. നമസ്കാരം. സുഖാണോടോ? ആ, സുഖമായിരിക്കുന്നു സാർ. സോണിയെ, നിന്റെ സൗന്ദര്യം നീ മറയ്ക്കുന്നത് കാണുമ്പോ പഴയ കാലത്തെ സത്യവാൻ സാവിത്രി ഇങ്ങനെ ആയിരുന്നില്ലെന്ന് തോന്നുന്നു. ഹായ്. ഹായ് ഹായ് ഹായ്. രാജ്, ഇവരിൽ ആരെടുത്താണ് നിങ്ങൾ മസാജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ആരെയാ വേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് നോക്കി സെലക്ട് ചെയ്തോ. ഈ കുട്ടി ഓക്കെ. സോണിയോ? രാജ്, അവള് പുതിയതായിട്ട് വന്നതാ. അവക്കൊന്നും അറിയില്ല. നിന്റെ മൂഡ് സ്പോയിൽ ചെയ്യോള്. എന്നാ ശരി, ആ കുട്ടി. മോന. യെസ് മാം. രാജ് ഒരുപാട് കാലത്തിന് ശേഷം വന്നിരിക്കുകയാണ്. നിന്റെ മിടുക്കൊന്ന് കാണിച്ചു കൊടുക്ക്. മാം, രാജ സർ ഇതുവരെ അനുഭവിക്കാത്ത സന്തോഷങ്ങൾ മുഴുവനും ഞാൻ കൊടുത്തിരിക്കും മാം. എന്ന് പോവാം രാജ സർ. വരൂ ഡാർലിംഗ്, നമുക്ക് പോവാം. നന്നായി സഹകരിക്കണേ. എന്താ ഇങ്ങനെ വൈകിയാലോ? നീ എവിടെ പോയിരുന്നു? എങ്ങോട്ട് പോവാനാ സാറേ? ഡ്രസ് ഒന്ന് മാറ്റണ്ടേ? അല്ലേ രാജ സർ, എങ്ങനെയാണോ മസാജ് ചെയ്യേണ്ടത്? എണ്ണ കൊണ്ട് ചെയ്യണോ, പൗഡർ കൊണ്ട് ചെയ്യണോ? ഏതാണോ നല്ലത് അങ്ങനെ ചെയ്യേ.
നീ എന്നെ ഒരുപാട് സുഖിപ്പിച്ചു. നിന്നെ ഞാൻ എന്റെ ഫാം ഹൗസിലേക്ക് കൊണ്ടുപോകാൻ വിചാരിക്കുന്നു. താരമേഡത്തിന്റെ അടുത്ത് പെർമിഷൻ ചോദിക്കുവാണെങ്കിൽ ഞാൻ തീർച്ചയായും സാറിന്റെ ഒപ്പം ഫാം ഹൗസിലേക്ക് വരാം. വാ ഡാർലിംഗ്, വാ. ഇന്ന് നമുക്ക് അങ്ങനെ പറന്നു പോകാം. എന്താ രാജ്, റിലാക്സ് ആയോ? മോന എന്നെ വളരെ സന്തോഷിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാനിവളെ എന്റെ ഫാം ഹൗസിലേക്ക് കൊണ്ടുപോകാൻ വിചാരിക്കുന്നു. മോന ഇന്ന് നിന്റെ സ്വന്തമാണ്. എവിടെ വേണമെങ്കിലും നിനക്ക് കൂട്ടിക്കൊണ്ടു പോവാം. നല്ലോണം എൻജോയ് ചെയ്തോളൂ. താങ്ക് യു. Welcome. വാ. പിന്നെ മേഡം, ഇന്ന് രാജാ സാർ എനിക്ക് നല്ല ടിപ്സാ തന്നിരിക്കുന്നത്. അവന് കയ്യിലൊതുക്കിക്കോ, വലിയ പുള്ളിയാ. ഓക്കെ അല്ലേ? ഓക്കെ മേഡം. പൊയ്ക്കോ. ഒറ്റയ്ക്കിരുന്ന് കണക്കൊക്കെ നോക്കുകയാണല്ലേ? വരണം എസ് സർ. നിങ്ങൾക്ക് തരാനുള്ള കാശ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ, നീ വലിയ സംഭവം തന്നെയാണ്. എത്ര ഉയരത്തുനിന്ന് വീണാലും 4 കാലിൽ തന്നെ ജീവിക്കാൻ പഠിച്ചവളാ. വരട്ടെ, വീണ്ടും അടുത്ത ആഴ്ച വരാം. പെറുക്കി റാസ്കൽ, മറ്റുള്ളവരുടെ അധ്വാനത്തില് ശരീരം വളർത്തി വെച്ചിരിക്കുന്ന കണ്ടില്ലേ? അയാള് വളരെ മോശമായിട്ടാ പെരുമാറുന്നത്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഹലോ സ്വീറ്റ് ബേബീസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ സുഖമായിരിക്കുന്നു സർ. ഗുഡ്. സോണിയ ബേബി, യെസ് സർ. നിനക്ക് ഇവിടത്തെ ഈ സ്ഥലമൊക്കെ ഇഷ്ടായോ? ആ, ഇഷ്ടപ്പെട്ടു സർ. ഗുഡ്. പിന്നെ ജോലിയൊക്കെ നന്നായി പഠിച്ചില്ലേ? പഠിച്ചു സർ. കുറേശ്ശെ പഠിച്ചോണ്ടിരിക്കുക സർ. കുറച്ചായിട്ട് എന്തിനാ? ഞാൻ ഇന്ന് തന്നെ മുഴുവനും പഠിപ്പിച്ചു തരാം. വാ താര, സർ. സോണിയക്ക് ഇന്ന് തന്നെ എല്ലാ ജോലിയും പറഞ്ഞു കൊടുക്കണം. വാ, കം ഓൺ. കണ്ടില്ലേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മളെ ഇവിടെ വെട്ടിക്കും. അല്ല, ഇത്ര നേരം നീ എവിടെയായിരുന്നു? ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോയതാ. ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. ആ, ശരി. നോക്ക്, ആദ്യം ഇദ്ദേഹത്തിന്റെ ഡ്രസ് അഴിക്കണം. അങ്ങനെ തന്നെ. ഇങ്ങത്താ, അതും അഴിച്ചു മാറ്റ്. ഇനി ആ ലോഷൻ എടുക്ക്. ഇങ്ങത്താ, ഞാൻ കാണിച്ചു തരാം. താര എല്ലാം കൃത്യമായി പറഞ്ഞു കൊടുക്ക്. ഇപ്പൊ ഇതൊക്കെ ഇട്ട് നല്ല മസാജ് ചെയ്യണം. ആ, ശരി. നന്നായിട്ട് തടവി കൊടുക്ക്. നല്ല ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണം. ശരി. ദാ ഇവിടെയും തേക്ക്. വളരെ റിലാക്സ് ആയിട്ട് ചെയ്യണം. അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യ്. ഇതുപോലെ പൗഡർ ഇട്ട് മസാജ് ചെയ്യണം. പതുക്കെ മസാജ് ചെയ്യണം കേട്ടോ. നോക്ക് സോണിയ, താര എങ്ങനെ ചെയ്യുന്നെന്ന് നോക്ക്. ഇതുപോലെ സ്ലോ ആയിട്ട് ചെയ്യണം, മനസ്സിലായോ? ശരി, ഇനി നീ ചെയ്തേ നോക്കട്ടെ. ആ, മേലേന്ന് അങ്ങനെ താഴേക്ക് പോണം. സ്ലോ ആയിട്ട്, സ്ലോ. പതുക്കെ, അങ്ങനെ പതുക്കെ പോ. സോഫ്റ്റ് ആയിട്ട് ചെയ്യണം.
പതുക്കെ പതുക്കെ. ഇവള് പെട്ടെന്ന് പഠിച്ചല്ലോ. വെരി ഗുഡ്, സോ സ്വീറ്റ്, ബ്യൂട്ടിഫുൾ. ആഹാ, വളരെ നന്നായി ചെയ്യുന്നു. പതുക്കെ. ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് പതുക്കെ ചെയ്യണം. ഇങ്ങനെ ചെയ്താലേ നിന്റെ കസ്റ്റമേഴ്സ് അന്വേഷിച്ചു വരുള്ളൂ. എന്താ സോണിയെ ഇനിയും കാണാത്തെ? വളരെ ലേറ്റ് ആയല്ലോ. അമ്മേ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. ഭക്ഷണം എടുത്തുകൊണ്ടുവാ. എന്താ മോളെ ഇപ്പോഴൊക്കെ താമസിച്ചു വരുന്നത്? എനിക്ക് വല്ലാതെ പേടിയായി. എന്താ അമ്മേ ഇത്? ഇതിൽ പേടിക്കാൻ എന്താ ഉള്ളത്? ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. അമ്മയ്ക്കൊരു കാര്യം അറിയോ? ഞാൻ ജോലിയൊക്കെ ശരിക്കും പഠിച്ചു കഴിഞ്ഞു. എന്റെ ബോസ് പോലും എന്നെ പ്രശംസിച്ചു. നിന്റെ ബോസ് വളരെ നല്ല ആളാണെന്ന് തോന്നുന്നു. ജോലി പഠിക്കുന്നതിന് മുമ്പ് തന്നെ നിനക്ക് അഡ്വാൻസ് തന്നിരിക്കുന്നു. ആ കാശ് കൊണ്ടാണ് നിന്റെ അനിയന് ഫീസ് അടച്ചത്. വളരെ നല്ല മനുഷ്യനാ. അമ്മ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. നമ്മുടെ കഷ്ടങ്ങളൊക്കെ തീർന്നു അമ്മേ. ഇനി മുതൽ നമുക്ക് നല്ല സമയാ, മനസ്സിലായോ? അതെ മോളെ. അമ്മേ, വേഗം ഭക്ഷണം എടുത്തോണ്ടാ. വല്ലാതെ വിശക്കുന്നു. ഞാൻ ഉറങ്ങണം. എനിക്ക് നേരത്തെ കോളേജിലും പോണം. 10-15 ദിവസമായിട്ട് കാണാനേ പറ്റിയില്ലല്ലോ. 10 ദിവസത്തിനുള്ളിൽ വരാന്ന് പറഞ്ഞിട്ട് പോയതാ, ഇതുവരെ വന്നില്ല. എന്താണ് ഒറ്റയ്ക്കിരുന്ന് പിറുപിറുക്കുന്നത്? എന്താ ഇന്ന് നേരത്തെ വന്നോ? ആഹാ, നിന്നെ കാണാൻ എന്ത് രസാന്നറിയാം. നീ വരുമ്പോ കുറെ വഴക്ക് പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷെ നീ വന്നു കഴിഞ്ഞപ്പോ ഒന്നും മിണ്ടാതായി. എത്ര നാളായി നമ്മൾ തമ്മിലൊന്നും കണ്ടിട്ട്. നീ എന്താ എന്നെ കാണാൻ വരാത്തത്? ഇപ്പൊ നീ പണ്ടത്തെ പോലൊന്നും അല്ല, വല്ലാതെ മാറിപ്പോയി. സത്യം പറഞ്ഞാൽ നീ എന്ത് സുന്ദരിയാന്നോ. താങ്ക് യു. ഇതിനൊക്കെ കാരണം നിന്റെ പ്രണയമാണ്. നിന്റെ പ്രേമമാണ് എന്നെ മനുഷ്യനാക്കിയത്. ഐ ലവ് യു. എന്തു പറ്റി ഒന്നും മിണ്ടാത്തത്? സോറി അജയ്, ഒരുപാട് താമസിച്ചു. എനിക്ക് പെട്ടെന്ന് പോണം. എന്താ ഇത്ര ധൃതി? ഇപ്പഴല്ലേ വന്നത്, ഉടൻ തന്നെ പോകുന്നു എന്ന് പറയുന്നു. പ്ലീസ്, വളരെ ലേറ്റ് ആയി. എനിക്ക് ഉടനെ പോണം. കോളേജിൽ പോയിട്ട് വന്നതല്ലേ, നേരെ വീട്ടിലേക്കല്ലേ പോകുന്നത്. കുറച്ചു നേരം കഴിഞ്ഞ് പോകാടാ. നീ എന്തിനാ ഇങ്ങനെ ധൃതി പിടിക്കുന്നത്? ഞാൻ പറയുന്ന ഒന്ന് കേക്ക് അജയ്. എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഒരു പേഴ്സണൽ ജോലിയുണ്ട്. നിന്നെ ഞാൻ പോവാൻ സമ്മതിക്കുന്നില്ല. എങ്ങനെ നീ പോകുന്നു ഞാൻ ഒന്ന് കാണട്ടെ. അജയ്, ഇങ്ങനെയൊന്നും പറയരുത്. ഞാനൊരു ജോലി ചെയ്തോണ്ടിരിക്കല്ലേ. ജോലിക്ക് താമസിച്ചെന്നാൽ പിന്നെ അത് പ്രോബ്ലമായി മാറും. എന്ത് ജോലിക്കാ നീ പോകുന്നത്? അതൊക്കെ ഞാൻ പിന്നീട് പറയാം. എനിക്ക് പോവാൻ സമയമായി. ബൈ. സോണിയ, നിക്ക് പ്ലീസ്. പ്ലീസ് ഇല്ല, സോണിയ നിക്ക്, ഞാൻ പറയല്ലേ. ഈ പെണ്ണുങ്ങൾ തന്നെ എങ്ങനെ വല്ലാത്ത പിടിവാശിയാ. ആ സോണിയക്ക് ഒരു കുന്തും അറിയില്ല. പക്ഷെ എല്ലാം അറിയാന്നുള്ള ഒരു അഹങ്കാരം ഉണ്ട് അവക്ക്. നീ പറഞ്ഞത് വളരെ ശരിയാ. ഇപ്പൊ തന്നെ നോക്കിക്കേ, മണി 12 ആ അഹങ്കാരം ഇതുവരെയ്ക്ക് പാർലറിലേക്ക് വന്നിട്ടേയില്ല. ഹായ് മോന. ഹായ് ജിയ. ഹലോ സോണിയ. സിമ്രനെ കാണുന്നില്ലല്ലോ. അവള് കസ്റ്റമറിനോടൊപ്പം ഭയങ്കര ബിസിയാ. Good baby. Relax. Very good.
ചെയ്തത് മതി. ഇത്ര പെട്ടെന്നോ? നിന്നെ ഞാൻ പുറത്തേക്ക് കൊണ്ടുപോവാം, വരുവോ? എന്തിനാ? ഇന്ന് നീ എന്നെ സ്വർഗത്തിലെത്തിച്ചു. നേരാണോ? ഈ സന്തോഷം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. എന്താ പറഞ്ഞത്? എല്ലാം അവിടെ വെച്ച് പറയാം. താര ചേച്ചി പെർമിഷൻ തരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ കൂടെ വരാം. പെർമിഷൻ വാങ്ങണോ? തീർച്ചയായും. ശരി, വാ, രണ്ടുപേരും പോയി പെർമിഷൻ മേടിക്കാം. ഓക്കെ, റെഡി. ഇങ്ങനെ വരാണോ? ഇങ്ങനെ വന്നാലല്ലേ നിങ്ങൾക്ക് ഇഷ്ടം. കമോൺ സിമ്രൻ, വാ. ഇതാണ് എന്റെ ചെറിയ ഫാം ഹൗസ്. ഓ, സൂപ്പർ. വാ. നീ നന്നായി സഹകരിക്കുന്നുണ്ട് സിമ്രൻ. താങ്ക് യു. വാ. കാണാൻ വിഗ്രഹം പോലുണ്ട്. I love you. അമ്മേ, ഇതാ നോക്കൂ ഞാൻ എന്താ കൊണ്ടുവന്നേന്ന്. എവിടുന്നാ ഇത് വാങ്ങിച്ചോണ്ട് വന്നത്? ഇത് ഞാൻ വാങ്ങിച്ചല്ല, എന്റെ ജോലി ഇഷ്ടപ്പെട്ട എന്റെ ബോസ് സമ്മാനമായി എനിക്ക് തന്നതാ. ഗിഫ്റ്റോ? ഇത്ര കോസ്റ്റ്ലി ആയിട്ടോ? സോണിയ, ഇപ്പൊ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലാ.
ആണുങ്ങൾ എപ്പോഴും പെണ്ണുങ്ങളെ വലയിൽ വീഴ്ത്താനാണ് നോക്കുന്നത്. അതറിയാമേ, ഞാൻ ഒന്നും അറിയാത്ത പെണ്ണൊന്നും അല്ല. അമ്മയുടെ മകൾ എന്നും നല്ല ബുദ്ധിശാലിയായിരിക്കും. എന്ന് വെച്ചാ അമ്മേ, എന്നെ വിശ്വസിക്കൂ, അമ്മയുടെ മകള് ഒരിക്കലും ഒരു തെറ്റേയില്ല. നമ്മുടെ വീടിന്റെ മാനം പോകുന്ന രീതിയിൽ ഒരു തെറ്റ് ഞാൻ ചെയ്യില്ല അമ്മേ. ഞാൻ വിശ്വസിക്കുന്നു മോളെ. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാ. എനിക്ക് ആദ്യത്തെ മാസം ശമ്പളവും കിട്ടി. എന്റെ ജീവിതത്തിനെ കുറിച്ചോർത്ത് അമ്മ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. അനിയന്റെ പഠിപ്പൊക്കെ കഴിഞ്ഞ് എന്നെ എത്രയും പെട്ടെന്ന് കെട്ടിച്ചു വിട്ട് അമ്മയുടെ കടമ തീർക്കാനാ നോക്കുന്നത്. ആ ദിവസം എന്നാ വരെയെന്ന് കാത്തിരിക്കുക ഞാൻ. എടാ അജയ്, വണ്ടി എന്താ ഇവിടെ നിർത്തിയേ? നിന്റെ ഏട്ടത്തി ഇവിടെ വരാന്ന് പറഞ്ഞത്. എന്റെ പ്രോഗ്രാം ഒക്കെ കൊളാക്കി. എന്ത് പ്രോഗ്രാം? എനിക്ക് ബാങ്കിൽ പോയി ചെക്ക് ഇടണം, പിന്നെ പാർലറിൽ പോയി നല്ലതുപോലെ മസാജ് ചെയ്യണം. നീ വരുന്നോ? ഞാനൊന്നും അങ്ങോട്ട് വരുന്നില്ല. ഐ ഡോണ്ട് ലൈക്ക് മസാജ് പാർലർ. എന്റെ ഗേൾഫ്രണ്ട് അല്ലാതെ വേറെ ആരും എന്റെ ദേഹത്ത് കൈവെക്കുന്നത് എനിക്കിഷ്ടമല്ല. നിന്റെ വുഡ്ബിയെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞു, ഇതുവരെ കണ്ടില്ല. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം, അവള് വരുന്നുണ്ടാവും. എടാ ഇപ്പൊ തന്നെ വൈകി, എനിക്ക് വേഗം ബാങ്കിൽ പോവാനുള്ളതാ. സമയത്തിന് ചെക്കിട്ടില്ലെങ്കിലേ പിന്നെ കാശ് വരാനും വൈകും. ചെയ്യുന്ന ജോലി നമ്മൾ ശരിക്കും ചെയ്യണം. എന്തു പറയുന്നു? വാ ഇരിക്കേ. അല്ലടാ, 24 മണിക്കൂർ ഇവിടെ തന്നെ ഇരുന്നാൽ പിന്നെ ബിസിനസ് ആരാ നോക്കുക? പറയൂ മാഷേ. നിനക്ക് പോണെങ്കിൽ പോയിട്ട് വാ, അതിനെന്തിനെത്ര ടെൻഷൻ അടിക്കുന്നു? എന്നാ ശരി, ഞാൻ പോട്ടെ. അല്ലടോ, നിന്റെ വുഡ്ബിയുടെ ഫോട്ടോയെങ്കിലും ഒന്ന് കാണിക്കാമോ? കാണിക്കാം, വെയിറ്റ് ചെയ്യാം. ദാ കണ്ടില്ലേ? നിന്റെ ആള് കലക്കിട്ടോ. നിങ്ങൾ രണ്ടുപേരും തമ്മില് വഴക്കൊന്നുമില്ലല്ലോ? എന്തിനാ? എന്തിനാന്നു? നിനക്ക് മൂക്കത്തല്ലേ ശുണ്ടി? എന്തുവാടേ? ദേഷ്യപ്പെടാതടാ. ശരി, ഞാനിപ്പോ പോവാ. വൈകിട്ട് നമുക്ക് കാണാം. ഓക്കേ ബൈ. നിന്റെ ആളോട് എന്റെ അന്വേഷണം പറയണം. ഓക്കേടാ, ബൈ. എന്ത് രസമാണ് നിന്നെ കാണാൻ. എത്ര നേരമായി? ഇവൾ എവിടെയാ പോയി കിടക്കുന്നത്? ഇനി ഇങ്ങോട്ട് വരേണ്ട കാര്യം മറന്നുപോയി കാണുമോ? ജോലിക്ക് പോകാൻ തുടങ്ങിയത് മുതൽ അവളെ കാണാനേ കഴിയുന്നില്ല. ഷോ, എന്ത് കഷ്ടമായത്. ആ വന്നല്ലോ. ഹായ് ഡാർലിംഗ്. ഹായ് അജയ്. നീ ഇന്ന് വളരെ സന്തോഷത്തിലാണല്ലോ. എന്താ കാര്യം? നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് പേടിയാ, നീ എങ്ങാനും എന്നെ വിട്ടിട്ട് പോവുമെന്ന്. അജയ്, ഞാൻ എന്നും നിന്റെ സ്വന്തമാ. ആരെന്ത് പറഞ്ഞാലും എത്ര തടഞ്ഞാലും ഞാൻ നിനക്ക് മാത്രം സ്വന്തം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉടൻ തന്നെ കല്യാണം കഴിക്കാം. എന്റെ ആഗ്രഹം അതാ. നമ്മുടെ കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുനാൾ വെയിറ്റ് ചെയ്യണം. എനിക്ക് കുറച്ച് കടമകളുണ്ട്, അതൊക്കെ ഞാൻ തീർത്തേ പറ്റൂ. ഓക്കെ, നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കാം. പക്ഷെ ഇപ്പൊ നീ ഉടനെ പോണെന്ന് പറയരുത്. അല്ല, ഞാൻ പെർമിഷൻ വാങ്ങിച്ചിട്ടാ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെങ്കിലും പോവാം. തീർച്ചയായും. ഓക്കെ, എവിടെ പോവാം? അകത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് വാ. ശരി സാർ. മാഡം, ഇന്ന് നിങ്ങളുടെ പാർലർ വേഗം അടച്ചു പൂട്ടണം. കാരണം മുകളിൽ നിന്ന് റെയ്ഡിനുള്ള ഓർഡർ ഉണ്ട്. താങ്ക് യു. നിങ്ങൾ കോഫി എന്തെങ്കിലും കഴിക്കുന്നോ? അതിന്റെ ഒന്നും ആവശ്യമില്ല മാഡം, ഞാൻ ഡ്യൂട്ടിയിലാണ്, പിന്നെ വരാം. ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. ദിയ, സിമ്രൻ, മോണ, നിങ്ങൾ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് റെഡി ആയിട്ടിരിക്കേ. എന്ത് പറ്റി മാഡം? കോൺസ്റ്റബിൾ ഇപ്പൊ വന്ന് പറഞ്ഞിട്ട് പോയിട്ടേ ഉള്ളൂ, റെയ്ഡിന് വരുന്നുണ്ടത്രേ. പാർലർ അടച്ചുപൂട്ടണം, നമുക്ക് പുറപ്പെടാം. പല പല ശല്യങ്ങൾ വന്ന് നമ്മുടെ വയറ്റ് പിഴപ്പ് ഇല്ലാതാക്കുക. എല്ലാരും റെഡി ആയിക്കോളൂ, പെട്ടെന്ന് പോവാം. നീ വെറുതെ ലേറ്റ് ആക്കരുത്, പറഞ്ഞേക്കാം. ശരി മാഡം. ഹലോ മേഡം. ഹായ്. ഹലോ. സുഖാണോ? വളരെ കാലം കഴിഞ്ഞ് വന്നിരിക്കുന്നു. ഇടയ്ക്ക് കുറച്ച് ബിസി ആയിരുന്നു, അതാ വരാൻ പറ്റാഞ്ഞ്. ഇന്ന് പാർലറിൽ വന്നൊന്ന് റിലാക്സ് ആവാം എന്ന് കരുതി, അതാ വന്നേ. സോറി, ഇപ്പൊ പാർലർ ക്ലോസ് ചെയ്യാൻ പോവാ. നാളെ വാ. നാളെ മൊത്തത്തിൽ ചേർത്തങ്ങ് എൻജോയ് ചെയ്തോ. എന്നാ ശരി, ഞാൻ പോകുന്നു. നാളെ കാണാം. ബൈ. ഓക്കെ. വാച്ച്മാൻ വന്നു മാഡം. എല്ലാരും പോയതിനു ശേഷം ലോക്ക് ചെയ്തേക്ക് കേട്ടോ. പൂട്ടിയേക്കാം മാഡം. താരയുടെ ഫോണാണല്ലോ. ഹലോ ബേബി. ഡാർലിംഗ്,
ഇന്ന് പാർലറിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. എന്താ പറയണേ സ്വീറ്റ് ബേബി? ഞാൻ നേരിട്ട് വന്ന് പറയാം. ഇപ്പൊ എവിടെയുള്ളേ? ഞാൻ വീട്ടിലുണ്ട്. ഓക്കെ, എന്നാ ഞാൻ നേരിട്ട് വരാം. ഓക്കെ ഡാർലിംഗ്. അവളെന്തിനപ്പോ വരുന്നത്? സോണിയ, ഹലോ താര ചേച്ചി. ഇന്ന് പാർലർ ലീവാണ്. നാളെ കുറച്ച് നേരത്തെ വരണേ. ബൈ. ഹലോ താര ചേച്ചി. ഹലോ സോണിയ, നീ എവിടെയുള്ളത്? ചേച്ചി ഇപ്പൊ ഞാൻ പുറത്തുള്ളത്, പാർലറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണോ? ഒന്ന് വേഗം വാ. എന്തെങ്കിലും അത്യാവശ്യ ജോലിയാണോ ചേച്ചി? നീ പാർലറിലേക്ക് വാ, ഞാൻ പറയാം. ശരി ചേച്ചി, പെട്ടെന്ന് തന്നെ വരാം. 10 മിനിറ്റിനുള്ളിൽ എത്താം. ഓക്കെ. നമസ്കാരം സോണിയ മാഡം. നമസ്കാരം ചേട്ടാ. ഗുഡ് മോർണിംഗ് ചേച്ചി. ഗുഡ് മോർണിംഗ് സോണിയ. ഞാൻ എന്തിനാ വേഗം വരാൻ പറഞ്ഞെന്ന് വെച്ചാ, ഇന്ന് ദിയും സിമ്രനും കസ്റ്റമറിന്റെ കൂടെ പുറത്തു പോയിരിക്കുക. മോണിക്കാണെങ്കിൽ സുഖമില്ലത്രേ. അങ്ങനെയെങ്കിൽ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അതെ. ഡോണ്ട് വരി ചേച്ചി, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഓക്കെ ഡിയർ. ശരി ചേച്ചി, ഞാൻ ചെന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം. ഷ്യൂർ. സോറി, ഇന്നലെ ഞങ്ങൾക്ക് സർവീസ് തരാൻ പറ്റിയിരുന്നില്ല. എന്നാ ഇന്ന് സോണിയ നിങ്ങൾക്ക് നന്നായിട്ട് സർവീസ് ചെയ്യും. വെൽക്കം സർ. ഇന്ന് നിങ്ങൾക്ക് A to Z മസാജ് ചെയ്ത് റൊമാൻറ്റിക് മൂഡിലേക്ക് ഞാൻ കൊണ്ടുവരും. അജയ് ഫോട്ടോയിൽ കാണിച്ചെന്ന പെണ്ണാണല്ലോ. അവൾ എന്തിനാ ഇവിടെ ജോലി ചെയ്യുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്ത് കാര്യം മിസ്റ്റർ? അങ്ങനെ മിഴിച്ചു നോക്കി നിൽക്കുന്നത്? സോണിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയോ? സോണിയും ഓക്കെ അല്ലേ? അയ്യോ, ഇവളെ കൊണ്ട് മസാജ് ചെയ്യിക്കാൻ പാടില്ല. അവൾ എന്റെ സുഹൃത്തിന്റെ ഭാര്യയാവാൻ പോകുന്ന പെണ്ണല്ലേ. ഇവര് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. ഈ വിവരം അജയ് അറിഞ്ഞാൽ ഒരുപാട് വിഷമിക്കും. വരൂ സർ. നിങ്ങളെ കണ്ടത് തന്നെ മസാജ് ചെയ്ത പോലെയായി. ഞാൻ പോവാ. വളരെ നാണം കുടുങ്ങിയെന്ന് തോന്നുന്നു. ഹലോ. ഹലോ അജയ്, നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അജയ്, ഞാൻ നിനക്ക് മാത്രം സ്വന്തം. ആര് തടഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും ഞാൻ നിനക്ക് സ്വന്തം. ഇന്ന് എന്റെ ശരീരത്തിന് വല്ലാത്ത വേദനയടി. വേണമെങ്കിൽ നീ ജെൻസ് മസാജ് പാർലറിലോട്ട് ചെന്നിട്ടേ നല്ലോണം മസാജ് ഒക്കെ ചെയ്തോ. എടി മോനെ, നിന്റെ ആളെത്തി കഴിഞ്ഞു. ഒന്ന് വെറുതെ ഇരിക്കടി. ആ ഹലോ ഭാനുപ്രസാദ് സാർ, വരണം വരണം. ഒരുപാട് നാളായല്ലോ, ഇപ്പോഴാണ് എന്നെ ഓർത്തത്. ഹായ്. ഹലോ. ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? നീ എന്ത് മായമാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇവിടെ വന്നില്ലെങ്കിൽ പ്രാന്ത് പിടിക്കുന്ന പോലെയാ. അതെ ഭാനുപ്രസാദ് സർ, ഈ മോന ഒരു മോഹിനി തന്നെയാണ്. ഞാൻ നിന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോയി നല്ലപോലെ എൻജോയ് ചെയ്തിട്ട് തിരിച്ചുകൊണ്ട് ഡ്രോപ്പ് ചെയ്യാലോ. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ, കൊണ്ടുപോയിക്കോളൂ. കമോൺ ഡാർലിംഗ്, നമുക്ക് പുറത്തു പോയി എൻജോയ് ചെയ്യാം. ഞാൻ പറക്കുന്നത് പോലെ എന്തൊരു സുഖം. അതേടാ, ഇപ്പോഴാണ് നാട്ടിലേക്ക് വന്നത്. ദേഹമൊക്കെ വേദനിക്കുന്നു. അതുകൊണ്ട് മല്ലിക മസാജിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമസ്കാരം സാർ. എങ്ങനെയുണ്ട്? നീ പറയടാ. അതൊക്കെ ഇരിക്കട്ടെ, ഞാൻ പിന്നെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. വരൂ ശർമ്മ സർ, ഒരുപാട് കാലത്തിന് ശേഷമാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. അതെ താര, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യത്തിന് പുറത്തു പോയിരുന്നു. പിന്നെ നീ എങ്ങനെ ഇരിക്കുന്നു? ഐ എം ഫൈൻ സർ. നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? വളരെ നന്നായിരിക്കുന്നു. വരൂ സർ, ഇവിടെ ഇരിക്കൂ. പുതിയ ഐറ്റം എല്ലാം വന്നിട്ടുണ്ടോ? വരൂ സർ, ഇരിക്കൂ.
നിങ്ങൾക്ക് ആരെയാണ് വേണ്ടത് മസാജ് ചെയ്യാൻ? പറയൂ സർ. ആ പെണ്ണ്. ഓ സോണിയ. ആ. വരൂ സർ. ആഹാ വരാ. അതാ പോവാം. എന്താ ഗേൾസ്? സാറിന് ഏത് മസാജാ വേണ്ടത്? ക്രീം മസാജാണോ പൗഡർ മസാജാണോ? ഏത് ചെയ്താലാ സുഖിക്ക അത് ചെയ്യേ. എന്തായാലും ഓക്കെ. അതന്നെ ആവട്ടെ. സാറിന് ഇഷ്ടംപോലെ ചെയ്തു തരാം. വരൂ. സാർ ബട്ടർ മസാജ് അല്ലെങ്കിൽ സാൻഡ്വിച്ച് മസാജ്, സാറിന് ഏതാ ഇഷ്ടം? സാൻഡ്വിച്ച് മസാജ്. നീ ഇങ്ങനെ ചെയ്യുന്നത് ദേഹത്തൊക്കെ എന്തോ ആകുന്ന പോലെയുണ്ട്. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that, spitting slow, spitting fast. I could roast, I could gas, think I'm okay at last, but I don't know if that can erase all the past and the pettiness. A reflection of the emptiness, hilarious. You think you're worth my time, you're delirious, mysterious because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains that last. ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. സോണിയ, നീ എന്നെ ചതിച്ചു. വെറുതെ വിടില്ല. ഇന്ന് ഞാൻ നിന്നെ എന്താണ് ചെയ്യുന്നത് നോക്കിക്കോ. സോണിയ, നീ എന്തിനാണ് എന്നെ പറ്റിച്ചത് സോണിയ? മസാജ് പാർലറിൽ നീ ജോലി ചെയ്യുന്നു എന്തുകൊണ്ടാണ് എന്നോട് പറയാതിരുന്നത്? മസാജ് മഹാറാണിക്ക് നമസ്കാരം. വാ, വന്നെന്റെ ബൈക്കിൽ വന്നിരിക്കേ. നീ ഇന്ന് വെള്ളം അടിച്ചിട്ടുണ്ടോ? അതെ, ഞാൻ വെള്ളം അടിച്ചിട്ടുണ്ട്. പക്ഷെ നീ എന്റെ ഹൃദയത്തിലാണ് അടിച്ചത്. ഞാൻ എന്ത് ചെയ്തു? കൊള്ളാം കൊള്ളാം. ഞാൻ എന്ത് ചെയ്തു എന്നാണോ ചോദിക്കുന്നത്? നിന്റെ അഭിനയൊക്കെ കൊള്ളാം. നിന്റെ ചോദ്യം തന്നെ ശരിയല്ല. ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞല്ലേ നീ. എന്താ, എനിക്കൊന്നും അറിയത്തില്ലെന്ന് വിചാരിച്ചോ? എന്താണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ തന്നെ ചോദിക്കും. എന്നാ പിന്നെ സത്യം അങ്ങ് പറഞ്ഞേക്കാം കേട്ടോ. എന്നാലേ നിനക്ക് എല്ലാം മനസ്സിലാവത്തുള്ളൂ. എന്നെ നീ പ്രേമിക്കുന്നു പറഞ്ഞു, കല്യാണം കഴിക്കണമെന്നും പറഞ്ഞു. എന്നാ നീ വേറെ ഒരു മസാജ് പാർലറിൽ ജോലി ചെയ്യുന്നു. എന്നോട് നീ കള്ളം പറഞ്ഞു. എനിക്ക് നിന്നോട് കള്ളം പറയേണ്ട ആവശ്യമില്ല. എന്തോ നീ കള്ളം പറഞ്ഞില്ലെന്നോ? നീ ഒരു നല്ല സ്ത്രീയാന്ന് ഞാൻ വിചാരിച്ചു.
എന്നിട്ട് നീ എന്തുകൊണ്ടാ മസാജ് പാർലറിൽ ജോലി ചെയ്യുന്ന കാര്യം എന്നോട് പറയാതിരുന്നത്? പറയാതിരുന്നാൽ സത്യം ഞാൻ അറിയത്തില്ലെന്ന് നീ കരുതിയോ? ഹ. ഇതിന്റെ മറുപടി നിനക്ക് പറയാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ എന്ത് ചോദിച്ചാലും നിനക്കതിന് നല്ലൊരു മറുപടി പറയാൻ കഴിയില്ല. നിനക്ക് എന്തറിയാം മസാജ് പാർലറിനെ കുറിച്ച്? വരുന്നവനും പോകുന്നവനും ഒക്കെ ശരീരം വിറ്റ് അവനെ സന്തോഷിപ്പിക്കുന്നു. Shut up. നീ അനാവശ്യമായി ഓരോന്നും ചിന്തിച്ചു കൂട്ടി എന്റെ മേൽ പഴിചാരാൻ നിൽക്കരുത്. എന്റെ സ്നേഹത്തെ അറിയാതെ നീ സംശയിക്കുകയാണ്. എന്റെ വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. എനിക്ക് ശരീരം വിറ്റ് കാശാക്കേണ്ട ഒരു കാര്യമില്ല. ഓഹോ, ചെയ്യുന്നതൊക്കെ ചെയ്തിട്ട് ഇപ്പൊ സാവിത്രിയാന്ന് വിചാരം. പ്രണയത്തിന്റെ അർത്ഥം എന്തോന്ന് നിനക്കറിയാവോ? അതിന്റെ അർത്ഥം അറിയായിരുന്നെങ്കിൽ നിനക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. പണം സമ്പാദിക്കുന്നതാണ് പ്രധാനമെങ്കിൽ അതിന് ലോകത്ത് വേറെ എന്തൊക്കെയോ ജോലികളുണ്ട്. നീ ചെയ്യുന്ന ജോലി എന്താണെന്ന് അറിഞ്ഞാൽ എല്ലാരും കാർക്കിച്ച് തുപ്പും. ഈ അജയാണ് അവളെ അനാശാസ്യ പ്രവർത്തനത്തിന് പ്രേരിപ്പിക്കുന്നതെന്ന് പറയും. പിന്നെ അവനൊരു ജോലിയും കൂലിയും ഇല്ലാത്ത ആണല്ലെന്ന് പറയും. അജയ്, നീ എന്നെ വല്ലാതെ തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ മസാജ് പാർലറിൽ ജോലി ചെയ്യുകയാണെങ്കിലും ഒരു വൃത്തികേടിന് ബോധ മാന്യമായി ജീവിക്കുന്നു. മസാജ് പാർലറിൽ ജോലി ചെയ്യുന്ന നിന്നെ ആരും തന്നെ കെട്ടാൻ തയ്യാറാവില്ല. ആനയുടെ ചോട്ടിലിരുന്നിട്ട് പാലാണ് കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? നിന്നെ പോലത്തെ പെണ്ണുങ്ങൾ ഉള്ളതുകൊണ്ടാ നല്ല ആൾക്കാരെ പോലും ഫ്രോഡാണെന്നും പറഞ്ഞ് നാട്ടുകാരൊക്കെ മുദ്ര കുത്തുന്നത്. മതി, നിർത്തു. നീ ഓവറായിട്ട് സംസാരിക്കുന്നേ. എന്റെ മേൽ പഴി ചാരിയാലും ഞാൻ വൃത്തികെട്ടവളാവില്ല. നീ ഒന്ന് എന്റെ കൂടെ വരൂ. എന്നെ എങ്ങോട്ടായി വിളിച്ചോണ്ട് പോകുന്നേ? എന്നെ നിനക്ക് വിശ്വാസം ഇല്ലല്ലോ. സമ്മതിച്ചു, ഞാൻ നിന്നിൽ നിന്ന് സത്യം മറിച്ചു. പക്ഷേ അജയ്, ഞാൻ ഒരിക്കലും കള്ളസത്യം ചെയ്യില്ല. ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന എന്റെ അമ്മയുടെ പുറത്ത് ആണയിടുകയാണ്. ദൈവസത്യമായിട്ട് ഞാൻ പവിത്രതയുള്ളവളാ. എന്നെ നീ വിശ്വസിക്കൂ. ആണുങ്ങളെ ഞാൻ തൊട്ടിട്ടുണ്ട്. ആണുങ്ങൾക്ക് ഞാൻ മസാജ് ചെയ്യുമ്പോഴും എന്റെ മനസ്സിൽ ഒരു കളങ്കവും ഇല്ല. ഒരു ഡോക്ടറും നേഴ്സും ഒരു പേഷ്യന്റിനും തൊടുന്ന പോലെ. ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? നീ ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. മസാജ് പാർലറിലെന്ന് കേട്ടാലും നീ തെറ്റിദ്ധരിക്കുന്നവനാ. ഞങ്ങൾ കസ്റ്റമേഴ്സിനെ റിലാക്സ് ചെയ്യുന്നു, അവരെ ഉത്സാഹിപ്പിക്കുകയാണ്. ഇതിന്റെ അർത്ഥം നീ വിചാരിക്കുന്ന പോലെയല്ല. ഞങ്ങളൊക്കെ അവരോടൊപ്പം തെറ്റ് ചെയ്യുകയാണെന്നാണ് നിന്റെ വിചാരം. ഇങ്ങോട്ട് നോക്കൂ അജയ്, നമുക്ക് നമ്മുടെ കാര്യം സംസാരിക്കാം. നിന്റെ പ്രണയം സത്യമാണെങ്കിൽ നീ എന്നെ സംശയിക്കില്ലായിരുന്നു. ഞാൻ നിന്റെ അടുത്ത് നുണ പറഞ്ഞു, അതെന്റെ തെറ്റാണ്. പക്ഷെ ഞാൻ എന്തിനാ നുണ പറഞ്ഞത്? എന്റെ വിഷമം നിന്നോട് പറഞ്ഞാൽ നീ എന്നെ നോക്കി സഹതപിക്കുമെന്ന് കരുതിയാ. പക്ഷെ ഇപ്പോഴത്തെ നിന്റെ പെരുമാറ്റം കണ്ടിട്ട് നീ എന്നെ ശരിക്കും സ്നേഹിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നേ. നിന്റെ ഈ സ്നേഹം വേറെ ഒരു നാടകമാണ്. ഞാൻ നിന്നെ വിശ്വസിച്ച് വഞ്ചിക്കപ്പെട്ടു. ഇനി മേലെ നീ എന്നെ കാണാൻ വരരുത്. ഗുഡ് ബൈ. സോണിയ, സോണിയ. ഓ മൈ ഗോഡ്, സോണിയനെ ഒന്ന് പോയി കണ്ട് അവളോട് മാപ്പ് ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ഷേ, ഞാനിങ്ങനെ ഉറങ്ങിപ്പോയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? പാർലറിലേക്ക് തന്നെ പോവാം. സമയം അതിനുള്ളിൽ 3 ആയല്ലോ. 6 മണിക്ക് ശേഷമല്ലേ സോണിയ വരത്തുള്ളൂ. അതുവരെ എന്താ ചെയ്യാ? ഇനിയിപ്പോ അവള് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വേറെന്ത് ചെയ്യാനാ? പ്രേമിച്ചു പോയില്ലേ?
സോറി സോണിയ. ഇറ്റ്സ് ഓക്കെ. വന്നിരിക്കേ, നിന്നോട് സംസാരിക്കണം. പക്ഷെ എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഒന്നും തന്നെ ഇല്ല. പ്ലീസ് സോണിയ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് നീ അറിയണം. നെവർ. സോണിയ പ്ലീസ്, നീ കേറി വണ്ടിയിലിരിക്കെ. നീ എന്റെ കൂടെ വരുന്നോ ഇല്ലയോ? വരാനല്ലേ പറഞ്ഞത്? ഇവന്റെ അധികാരം കണ്ടില്ലേ, വലിയൊരു തമ്പുരനെ പോലെ. എങ്ങോട്ടാ കൊണ്ടുവന്നേ? വാ, ഇവിടെ ഇരിക്കേ. സോണിയ, അന്ന് ഞാൻ മദ്യപിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു. നീ എന്നോട് ക്ഷമിക്ക് പ്ലീസ്. ദയവേത് എന്നെ ക്ഷമിച്ചു എന്ന് പറ. മനസ്സ് തുറന്ന് എന്നോട് സംസാരിക്കേ പ്ലീസ്. ഓക്കേ. അങ്ങനല്ല, ഒന്ന് ചിരിക്കേ. ഈ ചിരി കണ്ടല്ലേ ഞാൻ മയങ്ങിയത്. ഐ ലവ് യു. ഐ ടു. സോണിയ, ഇപ്പൊ എന്റെ ബിസിനസ് നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല ലാഭവും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് കല്യാണം കഴിച്ചൂടെ? എന്നെ പെണ്ണ് ചോദിച്ച് നീ എന്റെ വീട്ടിലൊന്ന് വരുമോ? ഇല്ല, നിന്റെ വീട്ടിൽ സംസാരിക്കാൻ എന്റെ അച്ഛനും അമ്മയും വരും. അവരോട് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ഉടൻ തന്നെ അവരോട് വരാൻ പറയാം. അവര് വന്ന് നിന്റെ വീട്ടുകാരോട് സംസാരിക്കും. പിന്നൊരു കാര്യം അജയ്, ഇപ്പൊ നമ്മൾ കല്യാണം കഴിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഇപ്പൊ ഞാൻ ഫൈനൽ ഇയറിലെ പഠിച്ചുകൊണ്ടിരിക്കുന്നേ. അതുമല്ല, എന്റെ അനുജനെ പഠിപ്പിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. അവൻ നന്നായി പഠിച്ച ശേഷം ഒരു നല്ല ഉദ്യോഗത്തിനൊക്കെ പോയ ശേഷം എന്നാ മാത്രമേ എന്റെ പ്രശ്നങ്ങളൊക്കെ തീരൂ. അതുവരെയ്ക്കും നമ്മൾ രണ്ടുപേരും. എനിക്ക് മനസ്സിലായി. നിന്നെ കല്യാണം കഴിക്കാൻ കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യാൻ പറയുന്നു. ഓക്കെ, ഡോണ്ട് വറി. നിനക്ക് വേണ്ടി ഞാൻ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കും. നിന്നോടൊരു കാര്യം ചോദിച്ചാൽ നീ തെറ്റിദ്ധരിക്കില്ലല്ലോ? ഇല്ല. നിന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ്. നിന്നെ ഞാൻ മുഴുവനായി വിശ്വസിക്കുന്നു. സോണിയ, ഇപ്പൊ നീ ചെയ്യുന്ന മസാജ് പാർലറിലെ ജോലി വിട്ടിട്ട് വേറെ ഏതെങ്കിലും ജോലി ചെയ്തൂടെ? നീ ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത് സോണിയ. നീ നിന്റെ പിടിവാശി കളഞ്ഞേക്കോ. നിന്നോട് ആർഗ്യൂ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാവുന്നില്ല. ഇങ്ങോട്ട് നോക്കൂ അജയ്, നമ്മുടെ കല്യാണത്തിന് ഇപ്പൊ ധൃതിയൊന്നുമില്ല. ഇത്രയും നാൾ അമ്മയുടെ വാക്കനുസരിച്ചാ ജീവിച്ചേ. അമ്മ എന്തു പറയുന്നോ അതാ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ നമ്മുടെ കല്യാണത്തിന് ശേഷവും നീ പറഞ്ഞത് മാത്രം ഞാൻ അനുസരിക്കും. താങ്ക് യു. അങ്ങനെയാണെങ്കിൽ എന്റെ കൂടെ വാ. എവിടേക്കാ? നിന്റെ അമ്മയെ പോയി കാണണ്ടേ? പക്ഷേ നീ ഇനി ഒന്നും പറയണ്ട, എന്റെ കൂടെ വന്നേ. അമ്മയുടെ അടുത്ത് എന്താ സംസാരിക്കാനുള്ളത്? എന്തായാലും എന്നോട് പറയൂ, പ്ലീസ് പറയൂ അജയ്. വീട്ടിലേക്ക് വന്ന അതിഥിയോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? നീ കണ്ടോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്? നമസ്കാരം ആന്റി. നമസ്കാരം മോനെ. എന്നെ അനുഗ്രഹിക്കണം. പക്ഷെ നീ ആരാണ്? ഞാൻ സോണിയെ സ്നേഹിക്കുന്നുണ്ട്, ആത്മാർത്ഥമായി. ആ, സോണിയെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെയോ? ഞാൻ എന്റെ അച്ഛനും അമ്മേനെയും വിളിച്ചോണ്ട് വരാന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ അവരിവിടെ ഇല്ല. സോണിയയ്ക്കും എന്നെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ സമ്മതം ചോദിക്കാൻ വന്നത്. നിങ്ങൾ സമ്മതിച്ചാൽ ഞങ്ങളുടെ കല്യാണം നടക്കും. കേൾക്കാൻ നന്നായിട്ടുണ്ട്. നിങ്ങളൊരു തീരുമാനം എടുത്തതിന് ശേഷം ഞാൻ എന്താ പറയേണ്ടത്? അങ്ങനല്ല ആന്റി, കല്യാണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ അവൾ ഒഴിഞ്ഞു മാറുന്നു. നിങ്ങൾ സമ്മതിച്ചാൽ ഞങ്ങളുടെ കല്യാണം നടക്കും. നിങ്ങൾ തന്നെ ഞങ്ങളുടെ കല്യാണം നടത്തി വെക്കുമല്ലോ എന്ന് വിചാരിച്ചതാ. എന്താ നീ മിണ്ടത്തില്ലേ? അവൻ പറയുന്നൊക്കെ സത്യാണോ? സത്യാമ്മേ. അവൻ എന്നോട് സംസാരിച്ചോണ്ടിരിക്കുന്നു, പക്ഷെ നീ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നു. നിന്നോട് എത്ര ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിന്നെ കല്യാണം കഴിക്കാൻ എന്നോടൊന്ന് മര്യാദയ്ക്ക് പറയുന്നുണ്ട്. എന്റെ മോള് സത്യത്തിൽ ഭാഗ്യവതിയാണ്. സോണിയ, ഇങ്ങോട്ട് വാ. നിന്റെ ആഗ്രഹത്തിന് ഞാൻ തലയിടുവോ മോളെ? ഇന്ന് നീ എന്നെ സ്വർഗത്തിലെത്തിച്ചു. വളരെ സന്തോഷിപ്പിച്ചിരിക്കുന്നു. നമസ്കാരം സാർ.
അവിടെ എത്തിക്കഴിഞ്ഞോ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്തെത്ര ധൃതി? നിന്റെ ഓഫീസ് എത്തിയില്ലേ? ഇനിയിപ്പോ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പക്ഷെ ഇനി എന്റെ ജോലി എന്താന്ന് വെച്ചാൽ നിന്നെ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തണം. അകത്തേക്ക് വരൂ. അത് വേണോ സോണിയ? അതെ വേണം. നമസ്കാരം സാർ. നമസ്കാരം. ഇപ്പൊ നമ്മുടെ പാർലർ നല്ല ലാഭത്തിലാ. താര ചേച്ചി, വിക്കി സാർ, ഇതാണ് എന്റെ ബോയ് ഫ്രണ്ട്. അതല്ലേ പറയാൻ വന്നത്? ഗുഡ്, വെരി ഗുഡ്. അല്ല സാർ, ഇദ്ദേഹത്തെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. പേര് അജയ് എന്നാ. ഓ, വരൂ സാർ. ഹലോ സാർ. വരൂ, ഇരിക്കൂ. സാർ, എന്റെ പേര് അജയ്. നമസ്കാരം മാഡം. നമസ്കാരം. എപ്പോഴാ കല്യാണം വെച്ചിരിക്കുന്നത്? സോണിയ തീരുമാനിക്കുന്ന അന്ന് കല്യാണം. ഓ യാ, നീ ലക്കി മാനാണ്. ചേച്ചി, അകത്ത് എല്ലാരും വന്നിട്ടുണ്ടോ? ആ, അവർക്കും ഒന്ന് പരിചയപ്പെടുത്തണം. ഓക്കേ, വാ. എന്റെ ഭാവി ഭർത്താവാണെന്ന്. അജയ്, ഇതാണ് ജിയ. ഹായ് അജയ്. ഇത് സിമ്രൻ. ഹായ് അജയ്. ഇത് മോന. ഹായ്. നമസ്കാരം ജിയ, സിമ്രൻ, മോന. ഞാൻ ഇദ്ദേഹത്തെ പറഞ്ഞയച്ചിട്ട് പെട്ടെന്ന് തന്നെ വരാം. ബൈ. ബൈ. ഹായ് സോണിയ. ജിയ, സിമ്രൻ, മോന. ചേച്ചിയെ പോലെ എനിക്കും ഒരുപാട് പണം സമ്പാദിച്ച് നല്ല കുടുംബജീവിതം നയിക്കണമെന്ന എന്റെയും ഒരു ആഗ്രഹം. ഇവന്റെ അധികാരം കണ്ടില്ലേ? വലിയൊരു തമ്പുരനെ പോലെ, മൃഗത്തിനെ പോലെ പെരുമാറുന്നത്. ലവ് ചെയ്യണമെന്ന് പറയുന്നത്, കല്യാണം കഴിക്കണമെന്ന് പറയുന്നത്, പിന്നെ അതിനുശേഷം അവളെ വിടുന്നത്, ഇതൊക്കെ ഒരു പഴയ ഫാഷനായി മാറി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതാണ് പക്ഷെ ഒരു കാര്യം മാത്രം സത്യ, നമ്മുടെ വിക്കി സാറും താരാ മേഡവും ഓരോ ദിവസം ഓരോ മോഡലിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇന്ന് എന്റെ ശരീരത്തിന് വല്ലാത്ത വേദനയടി. താരാ ഡാർലിംഗ്, ഇനി നമുക്ക് വിദേശത്ത് നിന്നൊക്കെ കസ്റ്റമേഴ്സ് വരാൻ പോകുന്നു. വരാൻ പറയൂ. വാട്ട് ഡാർലിംഗ്? വാ. കമോൺ ഡാർലിംഗ്, ഇന്ന് നിന്നെ കാണാൻ പ്രത്യേക രസമുണ്ട്. സത്യാണോ? സത്യമായിട്ടും. വാ, ഉള്ളി പോവാം. കമേൻ. മൈ സ്വീറ്റ് ഹാർട്ട്, നമ്മളൊന്ന് കൂടിയിട്ട് കുറെ നാളായി. ഇന്ന് എൻജോയ് ചെയ്യാം. നിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു. Come on. Naughty boy. You're so hot, baby. ഇന്ന് സോണിയുടെ സന്തോഷം കാണുമ്പോ എനിക്കും കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സൗന്ദര്യം വെറും രസിക്കാനുള്ള സാധനമാണ്. കല്യാണത്തിന്റെ പേരില് അത് പൂട്ടിക്കെട്ടിയിടാൻ പാടില്ല. മനസ്സിലായോ? ആരാണാവ ഈ സമയത്ത് വിളിക്കുന്നത്? ഹലോ, ഞാൻ പീറ്റർ ജോണിയാണ് സംസാരിക്കുന്നത്. ജോണി സർ, നിങ്ങളോ? ഈ പീറ്റർ ജോണിയെ തന്നെ മറന്നോ വിക്കി? ശരി ജോണി സർ, കുറെ നാൾ കഴിഞ്ഞിട്ടാണല്ലോ വിളിക്കുന്നത്. എന്താണ് കാര്യം? പറയൂ. കേട്ടോ, ഞാൻ പറയുന്നത് നന്നായി ശ്രദ്ധിച്ചു കേട്ടോ. അമേരിക്കയിൽ നിന്ന് നാളെ ഞാൻ തിരിച്ചു വരാൻ പോവുകയാണ്. ഇവിടുത്തെ വെള്ളക്കാരികളെ കണ്ടു കണ്ട് എനിക്ക് മടുത്തു. ഞാൻ വരുമ്പോഴേക്കും ഒരു നല്ല നാടൻ ഐറ്റം റെഡിയാക്കി വെക്ക്. ശരി ജോണി സർ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. ഞാനിവിടെ ഇരിക്കുന്ന തന്നെ നിങ്ങളെ സേവിക്കാനല്ലേ. പീറ്റർ ജോണിയാണോ? എന്റെ ഈശ്വര, വല്ലാത്ത പ്രശ്നമാവല്ലോ. നീ എന്തിനാ വരാൻ പറഞ്ഞേ? അദ്ദേഹം വലിയൊരു ഡോണല്ലേ. അയാളുടെ മുഖം കാണുമ്പോ എനിക്ക് പേടിയാവും.
അവരെ കുറിച്ച് ഓർത്ത എനിക്കും പേടി തന്നെയാണ്. ഇല്ലെന്ന് പറഞ്ഞ വെടിവെച്ച് കൊല്ലും. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞത്. എന്ന് മാത്രല്ല, കാശിന് യാതൊരു പഞ്ചമില്ലാത്ത മനുഷ്യനാ. ആ അതും ശരി തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ അടുത്തൊരു പ്രോബ്ലം ഉണ്ട്. മൃഗത്തിനെ പോലെ പെരുമാറുന്നത്. ഓ നീ വന്നോ വിക്കി, വാ. ആ പീറ്റർ ജോണി സർ, നിങ്ങൾ ഫോണിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സന്തോഷമല്ലേ? എനിക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ പെരുമാറുന്നവരുടെ എനിക്ക് വളരെ ഇഷ്ടമാണ്. പീറ്റർ സാറേ, ഇത് പുതിയതായിട്ട് വന്ന പീസാ മോണ. ഹായ്. ഹായ്. ഇവളുടെ പേരാണ് ജിയ. ഹലോ. ഹായ്. ഹായ്. ഈ പെണ്ണിന്റെ പേര് സിമ്രൻ. ഹായ്. ഹായ്. ഗുഡ്. പിന്നെ ഈ പെണ്ണ് സോണിയ. ഹായ് പൊന്നെ, കാണാൻ ഭംഗിയായിട്ടുണ്ട്. പോയിരിക്കെ. ഇത് ഇവിടുത്തെ ഏരിയ ഇൻസ്പെക്ടറാണ്, എന്റെ സുഹൃത്ത്. ഹലോ സർ, വെൽക്കം. ഇയാളുടെ പേരാണ് രമേശ്. നമസ്കാരം സാർ. ഹലോ. താരേനെ നിങ്ങൾക്ക് നേരത്തെ അറിയാവല്ലോ. ഡോറയുടെ ശരീരവും ഭംഗിയും ഞാൻ ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അവള് വീണ്ടും എനിക്കൊന്നുകൂടെ വേണമെന്നുണ്ട്. വന്നടുത്തിരിക്കേ. Sure, sir. കോട്ടിസൊട്ടുവിട്ടേന്നരികിൽ വന്നു ഈ ചേട്ടന്മാര്. കെട്ടുനോട്ട് കാണിച്ച് രാമൊക്കെ പീഡിപ്പിക്കും അങ്ങന്മാര്. മുല്ലപ്പൂവലത്തേനെ പോലെ മുല്ലപ്പൂവിലത്തേനെ പോലെ എന്നെ ഊത്തി കുടിക്കല്ലേ. കെട്ടുനോട്ട് കാണിച്ച് രാവൊക്കെ പീഡിപ്പിക്കും അങ്ങന്മാര്. വെട്ടിലായ ചവയ്ക്കുന്നത് പോലെ എന്നെ ചവയ്ക്കുന്നത് കണ്ടുപോണി. ആ വെട്ടിലായ ചവയ്ക്കുന്നത് പോലെ എന്നെ ചവയ്ക്കുന്നത് കണ്ടുപോണി. എന്നെ മുഴുവൻ ചിലാക്കി എന്നെ മേനിയെ ചെല്ലാക്കി സ്വർഗം കാണിച്ചല്ലോ. കെട്ടുനോട്ട് കാണിച്ച് രാവൊക്കെ പീഡിപ്പിക്കും അങ്ങന്മാര്.
പയ്യവനാ എന്നതരത്തിൽ മുത്തം ഇട്ട് എന്നതരത്തിൽ മുത്തം ഇട്ട് രസിക്കും രതിസുഖങ്ങൾ കെട്ടുനോട്ട് കാണിച്ച് രാവൊക്കെ പീഡിപ്പിക്കും അങ്ങന്മാര് കളും പഠിപ്പിക്കും മാന്യൻ സാക്ഷാത് കാമദേവൻ തൊട്ടു പോകും 64 കലകളും പഠിപ്പിക്കും മാന്യൻ സാക്ഷാൽ കാമദേവൻ തൊട്ടു പോകും എണ്ടമ്മോ ഇന്നിക്ക് മേലാ എന്നരികിൽ നീ ഉണ്ട് എന്റെ ജീവിതം അടിപൊളിയാണേ കെട്ടുനോട്ട് കാണിച്ച് രാവൊക്കെ പീഡിപ്പിക്കും അങ്ങന്മാര് മുല്ലപ്പൂവല തേനെ പോലെ കെട്ടുനോട്ട് കാണിച്ച് രാവൊക്കെ പീഡിപ്പിക്കും അങ്ങന്മാര് കെട്ടുനോട്ട് കാണിച്ച് രാവൊക്കെ പീഡിപ്പിക്കും അങ്ങന്മാര്. എന്താ പീറ്റർ സാറേ, പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ അടിപൊളിയായിരുന്നു വിക്കി, വളരെ നന്നായിരുന്നു. ഇന്ന് ഈ സ്ലിം ബ്യൂട്ടിയെ കൊണ്ടുപോയി ഞാൻ നന്നായി ഒന്ന് സുഖിക്കട്ടെ. ഓക്കേ. ഇനി പീറ്റർ ജോനെ നിന്റെ ഇഷ്ടം പോലെ കെട്ടി പിടിച്ച് ഉമ്മ വെച്ച് കാണിച്ച് സ്വർഗത്തിന്റെ വാതിൽ എന്നെ കാണിക്ക്. ഇപ്പൊ നിന്നെ ഞാനൊന്ന് സുഖിപ്പിക്കട്ടെ. എന്നാ നമുക്ക് തുടങ്ങാം. നീ തൊടുമ്പം വളരെ സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. റിലാക്സ്. അങ്ങനെ തന്നെ. എന്തെങ്കിലും ഒന്ന് ചെയ്യേ വേഗം. എന്റെ കാമം തീർത്തതാ. അടുത്തേക്ക് നിങ്ങൾ എന്താ ചെയ്യുന്നത്? എന്നെ വിട്. വേണ്ട, എന്നെ വിട്. എന്നെ വിട്. എന്നെ ഒന്നും ചെയ്യില്ലേ. വിട് സർ. നീ എന്തേ കാണിക്കുന്നത്? എന്നെ വിട്. എന്നെ ഒന്നും ചെയ്യില്ലേ. എന്നെ വിട്. നിനക്ക് നല്ലത് വിടാനാ പറഞ്ഞേ. എന്നെ ഒന്നും ചെയ്യില്ലേ. നിന്നെ ഞാൻ വിടത്തില്ല. എന്നെ വിട്. വേണ്ട. വേണ്ട, എന്നെ വിട്. എന്നെ വിട്. വേണ്ട, എന്നെ
എന്നൊന്നും ചെയ്യില്ലേ? എന്നെ വിട്. വേണ്ട, എന്നെ വിട്. വേണ്ട, എന്നെ വിട്. എന്നെ വിട്, ഞാൻ പറയുന്ന കേക്ക്, എന്നെ വിട്. വേണ്ട, വിട്. നിക്കാൻ. താര ചേച്ചി, ഞാനൊന്നും ചെയ്തിട്ടില്ല. മാറാൻ പറഞ്ഞത് കേട്ടില്ലേ? എന്റെ ബോസ് മരിച്ചുപോയോ? നീ എന്താണ് ചെയ്തത്? പറയടി, നീ എന്താ ചെയ്തേ? നീ എന്റെ ബോസിനെ കൊന്നോ? ഹാൻസം, ആരെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഞാൻ വെറുതെ വിടില്ല. നിയമമാരും സ്വന്തം കയ്യിലെടുക്കാൻ പാടില്ല. വിക്കി സർ, നമ്മളെല്ലാരും പാർട്ടിയിലായിരുന്നുകൊണ്ട് നിങ്ങൾ എപ്പോഴത്തേക്ക് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ കോൺസ്റ്റബിൾ, അധികം സംസാരിക്കാതെ ആംബുലൻസിന് ഫോൺ ചെയ്യും. ഓക്കെ സർ. ഇവരെല്ലാവരും അറസ്റ്റ് ചെയ്യൂ. ഓക്കെ സർ. ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ. നിയമത്തിന് മുമ്പിൽ ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. സർ, ഞാൻ നിരപരാധിയാണ് സർ. അതെന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിരപരാധിയാണെങ്കിൽ കോടതി നിന്നെ വെറുതെ വിടും. സർ, ഞാനൊന്ന് ഫോൺ ചെയ്തോട്ടെ? നോ, ഇവരെല്ലാവരെയും കസ്റ്റഡിയിലെടുക്കും. ഓക്കെ സർ. എന്നാ സോണിയ, ഹലോ. ഹലോ, എന്തു പറ്റി സോണിയ? നിന്റെ ശബ്ദത്തിനൊരു മാറ്റം ഉണ്ടല്ലോ. അജയ്, ഒരു പ്രശ്നമുണ്ട്. നീ പേടിക്കണ്ട, ഞാൻ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരാം. ശരി അജയ്, അമ്മേനോട് പറയരുത്. ഓക്കെ. നമസ്കാരം സർ. യെസ്, ഇരിക്കൂ. താങ്ക് യു സർ. സാർ, എനിക്ക് സോണിയനെ കാണണം പ്ലീസ് സർ. എന്തിന്? ഞങ്ങൾ രണ്ടുപേരും സ്നേഹത്തിലാണ്. കല്യാണം കഴിക്കാൻ പോകുന്നു സർ. പ്ലീസ്, അവൾ നിരപരാധിയാണ്. നിയമപ്രകാരം ആരെയും കാണാൻ അനുവദിക്കില്ല. സംസാരിച്ചിട്ട് ഉടൻ തന്നെ പോയിക്കോളൂ. കോൺസ്റ്റബിൾ. യെസ് സർ. സോണിയെ വിളിച്ചോണ്ട് വാ. ഓക്കെ സർ. ഇവിടെ ഒരു സൈൻ ചെയ്യൂ. സാർ, അജയ്, ഞാൻ ചെയ്തതിന് ശിക്ഷ കിട്ടി. നീ അന്നേ പറഞ്ഞതാ മസാജ് പാർലറിൽ ജോലി ചെയ്യുന്നത് നല്ലതല്ലെന്ന്. പക്ഷെ എന്റെ പിടിവാശ കൊണ്ട് പോയതാ ഞാൻ. നീ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. എന്റെ അനുജന്റെ പഠിപ്പിനും വീട്ടു ചെലവിനും ഞാൻ മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് സമ്പാദിച്ചാൽ മതിയായിരുന്നു. പക്ഷെ എനിക്ക് പണം സമ്പാദിക്കണമെന്ന ആർത്തി കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. എന്നോട് ക്ഷമിക്കൂ അജയ്, ഞാൻ ശരിക്കും തെറ്റ് ചെയ്തു. ഐ എം സോറി. ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാ ഞാൻ ചെയ്തത്. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? നിനക്കിതിനെ കുറിച്ച് ശരിയായി അറിയില്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് ഇതിന്റെ ഗൗരവം എന്താണെന്ന് നിനക്ക് മനസ്സിലാവുന്നു. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെന്തിനാ ഭയപ്പെടുന്നത്? എന്റെ മനസാക്ഷിക്ക് അറിയാം നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ ലഭിച്ചാൽ എനിക്കത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അജയ്, അതേ സോണിയ, നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചു പോകും. അത്രയും സത്യസന്ധതയോട് തന്നെ എന്തു തന്നെ വന്നാലും നീ നിരപരാധിയാണെന്ന് ഞാൻ തെളിയിച്ചിരിക്കും. ഈ ചെറിയ പ്രശ്നത്തിന് വേണ്ടി നീ ഭയപ്പെടല്ലേ. ഇനിയും ജീവിതത്തിൽ എത്രയോ വലിയ പ്രശ്നങ്ങൾ കാണാതിരിക്കുന്നു. തീർച്ചയായും ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും. അല്ലെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിച്ചതിന് അർത്ഥമില്ലാതെ പോകും. നിന്നെ ഇതിൽ നിന്നും രക്ഷിക്കാൻ ആരുമില്ലെന്ന് നീ കരുതണ്ട. ഞാൻ നിന്റെ ഒപ്പം ഉണ്ടാവും. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. നീ ഭയപ്പെടാതെ സോണിയ. നിന്റെ ഇപ്പോഴത്തെ തീരുമാനം എന്താണ്? പറയൂ അജയ്. നീ നിരപരാധിയാണെന്ന് ഞാൻ കോർട്ടിൽ തെളിയിക്കും. ഈ കേസിലെ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ സോണിയ നിരപരാധിയാണെന്ന് തെളിഞ്ഞതുകൊണ്ട് അവളെ വിട്ടയക്കുന്നു. പീറ്റർ ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ് മരിച്ചതെന്ന് തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ മരണത്തിനും സോണിയക്കും ഒരു ബന്ധവുമില്ലെന്ന് ഈ കോടതി തീരുമാനിക്കുന്നു. പീറ്റർ ഒരു മാഫിയ സംഘത്തിൽ ചേർന്ന ആളാണ്.
പോലീസ് അന്വേഷിക്കുന്ന ഒരു കുറ്റവാളിയാണവൻ. മിസ് സോണിയ, പോലീസ് ഓഫീസർ ദീപക് റാം, പിന്നെ രമേശ്, ഇവരെല്ലാവരും തക്ക സമയത്ത് വന്ന് കോടതിയെ ഒരുപാട് സഹായിച്ചിരിക്കുന്നത് കൊണ്ടും അവർ അവരുടെ കടമകൾ നിർവഹിച്ചത് കൊണ്ടും പോലീസ് ഓഫീസർ ദീപക് റാമിനും പോലീസ് കോൺസ്റ്റബിൾ രമേശിനും 2 ലക്ഷം രൂപ വീതം സമ്മാനം നൽകുന്നതാണ്. പീറ്റർ ജോണിനെ പിടിച്ചു കൊടുക്കുന്നവർക്ക് ആദ്യമേ സമ്മാനം നൽകുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. അതേപോലെ സോണിയ ഈ കേസിനെ സഹായിച്ചതിന് അവർക്കും 2 ലക്ഷം രൂപ സമ്മാനമായി നൽകുന്നതാണ്. നിന്റെ കയ്യിൽ ഇപ്പൊ ഇഷ്ടം പോലെ കാശുണ്ട്. ഇത് വെച്ച് നീ എന്താ ചെയ്യാൻ പോകുന്നത്? അനിയന്റെ പഠിപ്പിന് കുറച്ച് ചെലവ് ചെയ്യും, ബാക്കി പണം ഞാൻ അമ്മയ്ക്ക് കൊടുക്കും. അന്ന് നീ എന്നോട് പറഞ്ഞതാ മസാജ് പാർലറിൽ ജോലി ചെയ്യുന്നത് ശരിയല്ലാന്ന്. പക്ഷെ നിന്റെ വാക്ക് ഞാൻ ധിക്കരിച്ച് അവിടെ ജോലിക്ക് പോയി, അതുകൊണ്ട് അനുഭവിച്ചു. ഇനിയെങ്കിലും പുതിയ ഡയലോഗ് പറഞ്ഞൂടെ? പഴയ ഡയലോഗ് തന്നെ, പക്ഷെ എനിക്കിത് പുതിയതാ. കല്യാണം എപ്പോഴാ? ഉടൻ തന്നെ എന്ന് പറഞ്ഞാ പോരാ, നാളെയോ മറ്റന്നാളോ? എപ്പോ നോക്കിയാലും ഈ ഒരു കാര്യമുള്ളൂ. ഇപ്പൊ ഞാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിക്കാം. ഒന്ന് വേഗം പോകും. എന്ത് ചെയ്യാനാ, നീ പറയുന്നതല്ലേ കേൾക്കാൻ പറ്റൂ. ഒന്ന് വാജ് കടിക്കാതെ നടക്കും മാഷേ. വേഗം വാ. വരികയല്ലേ, വണ്ടി അവിടെയാണ് നിർത്തിയിരിക്കുന്നത്. വണ്ടി എങ്ങോട്ടും പോവില്ല, ഇവിടെ നിക്ക്. വീണ്ടും എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ എന്താ ചെയ്യണെന്ന് നോക്കിയാ മതി. ഇനി നമുക്ക് പോകാം, വരൂ. എങ്ങോട്ട് പോകാനാ? ഇതിനൊക്കെ എന്താ അർത്ഥം? നീ ഇപ്പൊ എന്താ ചെയ്യുന്നത് നിനക്ക് അറിയാവോ? ഇനി ഒരിക്കൽ പോലും ഈ മസാജ് പാർലറിനെ കുറിച്ച് ഞാൻ ഓർക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഓണർ തന്ന ഗിഫ്റ്റ് ഞാൻ വലിച്ചെറിഞ്ഞത്. ഇനി മുതൽ നമുക്ക് നല്ല സമയമാണ്. സംഭവിച്ചതൊക്കെ നമുക്ക് മറക്കാം. ഇപ്പോഴെങ്കിലും നീ ഒരു നല്ല തീരുമാനം എടുത്തല്ലോ. അതെ, വരൂ, വേഗം പോകാം. എങ്ങോട്ട്? അമ്മയുടെ അടുത്ത് അനുഗ്രഹം വാങ്ങിക്കാൻ. എന്തിന്? നമ്മുടെ കല്യാണം ഫിക്സ് ചെയ്യാൻ. കല്യാണോ? വാ, ഉടൻ തന്നെ പോവാം. നിന്നെ കാണുമ്പോ പൂക്കളത് നാണിച്ച്, നിന്നെ കാണുമ്പോ പൂക്കളത് നാണിച്ച്, തലക്കൂണിങ്ങ് പതിയെ കമിഴ്ന്ന്, തലക്കൂണിങ്ങ് പതിയെ കമിഴ്ന്ന്. എൻ സ്വപ്നത്തിൽ എൻ ബിംബം കണ്ടല്ലോ, എൻ സ്വപ്നത്തിൽ എൻ ബിംബം കണ്ടല്ലോ.